മന്ത്രി പി രാജുവിന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകും. അദ്ദേഹം എത്ര തരത്തിലുള്ള ആരോപണം വന്നാലും ആ ചിരിയോടുകൂടിയാണ് കൃത്യമായ നിലപാടും മറുപടിയും ഒക്കെ തന്നെ പറയുന്നത്. ഇന്നും അദ്ദേഹം ഈ ചിരി വെച്ചിട്ട് ചില ചോദ്യങ്ങൾ മനോരമയുടെ റിപ്പോർട്ടറോട് ചോദിച്ചു. അത് വേറൊന്നുമല്ല, അടുത്തിടെ മലയാള മനോരമയിൽ വന്നൊരു വാർത്തയായിരുന്നു. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നു, സർക്കാർ ഒന്നും നടത്തിപ്പിന് കഴിയുന്നില്ല, സർക്കാരിന്റെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനോരമയുടെ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയിലെ അടിസ്ഥാനം എന്താണ്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പൂട്ടുന്നത്, ഏത് സാഹചര്യത്തിലാണ് പൂട്ടുന്നത് എന്നൊക്കെ തന്നെ ഇന്ന് മന്ത്രി തിരിച്ച് മനോരമയുടെ ലേഖകനോട് അങ്ങോട്ട് ചോദിച്ചു. ഇത് മാത്രമല്ല, മനോരമയുടെ ലേഖകന് ഇതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് മിനിസ്റ്റർ വളരെ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ആദ്യം നിങ്ങൾ ഇത് പോയിട്ട് പഠിച്ചിട്ട് വാ, അതിനുശേഷം നമുക്ക് സംസാരിക്കാന്നുള്ള കാര്യം. അപ്പോൾ മനോരമയുമായി ഇന്ന് നടന്ന ആ സംഭാഷണം അത് നമുക്കൊന്ന് കേൾക്കാം. സത്യത്തിൽ അത് കണക്കിന് കൊടുത്തൊരു മറുപടി തന്നെയാണ്, ഒരു സംശയമില്ല. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എന്ന് മനോരമ പറഞ്ഞു. ആ സ്ഥാപനങ്ങൾ നമുക്കൊന്നിച്ച് സന്ദർശിക്കാം, മനോരമയും നമുക്കൊന്നിച്ചു പോവാം. എന്നാ ഇത് പൂട്ടിയത്? എന്ന് പൂട്ടി കിടക്കുന്നുണ്ട്, പൂട്ട് വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനം വേണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എത്രണ്ണം പൂട്ടി കേരളത്തിൽ? നിങ്ങളോടാണ് ചോദിക്കുന്നത്, മനോരമ ലേഖകനോട്. അതെ, മനോരമ ഒരു മാനേജ്മെന്റ് അല്ലേ? നിങ്ങളിപ്പോ വേറെ 12% ഉള്ളിടത്ത കാര്യമല്ല എന്നോട് ചോദിക്കുന്നത്. അതെ, അല്ല, മനോരമ എന്ന് പറയുന്ന സ്ഥാപനം ഒന്നല്ലേ? 2 മാനേജ്മെന്റ് ആണോ? ഇത് എന്ന് പൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്? ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളും പറയണ്ടേ? നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അല്ല, പറയേണ്ട കാര്യങ്ങളെ പറയുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടതായിരിക്കില്ല. ഞാൻ പറയും, നിങ്ങൾ അച്ചടിച്ച കാര്യമാണല്ലോ. അപ്പൊ അവരോടൊന്ന് അന്വേഷിച്ചിട്ട് അടുത്തവണ പോവാം. കൃത്യമാണ് പി രാജീവിന്റെ ചോദ്യങ്ങളൊക്കെ തന്നെ. മനോരമ ഈ പടച്ചുവിട്ട വ്യാജ വാർത്തയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ സത്യമുണ്ടായിരുന്നെങ്കിൽ അത് പി രാജീവിന് മുമ്പിൽ തന്നെ ആ ലേഖകന് വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ അതില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അയാൾ നോക്കട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിമാറിയത്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടി എന്ന് പറയുന്ന കണക്ക് തന്നെ നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് മനോരമ സൂചിപ്പിച്ചിരിക്കുന്ന 18 സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടത് 10 എണ്ണമാണ്. ഇവയെല്ലാം 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രവർത്തനം പുനഃക്രമീകരിച്ചതോ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചതോ ആണ്. 34 വർഷം മുൻപ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനം പോലും പുതിയതായി അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന മട്ടിലായിരുന്നു മനോരമ ഈ വാർത്ത ഇറക്കിയിരുന്നത്. 1990 മുതൽ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണ് മലയാള മനോരമയുടെ പട്ടികയിലുള്ളത് എന്നുകൂടി പറയണം. 1990 മുമ്പുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെടുകയോ പ്രത്യേക ഉദ്ദേശത്തോടെ ആരംഭിച്ച ശേഷം അത് നിറവേറ്റപ്പെടുകയോ ചെയ്തതോടെ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങൾ കൂടിയാണ് ഇതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേക ഉദ്ദേശത്തിന് മാത്രമായി തുടങ്ങിയ സ്ഥാപനങ്ങൾ പിന്നീട് പ്രവർത്തനം പുനഃക്രമീകരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങുന്ന സ്ഥാപനങ്ങൾ അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ ആ സ്ഥാപനം പൂട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലും മനോരമ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. കെൽട്രോണിന്റെ സബ്സിഡറി ആയി ആരംഭിച്ച ചില സ്ഥാപനങ്ങൾ പുനഃക്രമീകരിച്ചെങ്കിലും സ്ഥാപനം മികച്ച രീതിയിൽ ഇപ്പോഴും മുന്നേറുകയാണ്. അതായത് പൂട്ടിയ സ്ഥാപനങ്ങൾ പലതും മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മുടെ മനോരമ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കെൽട്രോൺ പവർ ഡിസൈൻ ലിമിറ്റഡിന്റെ പ്രവർത്തനം 2005-ലും കെൽട്രോൺ റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് 2006-ലും കേരള ഗാർമെന്റേഴ്സ് ലിമിറ്റഡ് 2007-ലും കേരള സ്പെഷ്യൽ റിഫാക്ടറീസ് ലിമിറ്റഡ് 1996-ലും ഡിസ്കൽ ടെലിവിഷൻ ലിമിറ്റഡ് 1993-ലും കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്സ് ലിമിറ്റഡ് 2015-ലും വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് 1990-ലും സിഡ്കോ മോഹൻ കേരള ലിമിറ്റഡ് 2007-ലും കുന്നത്തറ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് 1997-ലും പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ നിയമപരമായി വൈൻഡപ്പ് ചെയ്തതിനുള്ള നടപടികളെ കുറിച്ച് എല്ലാ വർഷവും പരാമർശിക്കാറുള്ളതാണ്. ഇതിപ്പോൾ സംഭവിച്ച കാര്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടച്ചുപൂട്ടിയ 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിച്ച സർക്കാരാണിതെന്നും വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് 279 കോടി രൂപ പ്രത്യേക പാക്കേജും സംസ്ഥാന സർക്കാർ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പി രാജീവ് തന്നെ ഈ വാർത്തയുടെ ഒരു ഫാക്ട് ചെക്ക് എന്ന പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. കൃത്യമാണ് നിലപാട്. ഇവിടെ വ്യവസായം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്, അതുകൊണ്ട് ഇവിടെ വന്നാൽ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തിയെടുക്കാൻ വേണ്ടി മനോരമയെ പോലുള്ള മാധ്യമങ്ങൾ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പറയുന്ന ഈ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ പൂട്ടിയ സ്ഥാപനങ്ങൾ പോലും ദാ ഇപ്പോൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന രീതിയിൽ മനോരമ പ്രചരിപ്പിച്ചത്. മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് പി രാജീവ് വ്യവസായ മന്ത്രി ആയതിൽ പിന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം മന്ത്രിയെ കൂടി കരിവാരിത്തേക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ പി രാജീവ് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല
പലപ്പോഴും തെളിവുകൾ നിരത്തി തന്നെയാണ് അതിന് മറുപടി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നത് പോലെ കടന്ന് ഇത് അദ്ദേഹത്തിന് കൂടി സഹിക്കാൻ കഴിയാത്തതിന് അപ്പുറത്തേക്ക് പോയതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി ആ മാധ്യമത്തോട്, പ്രത്യേകിച്ച് മനോരമയോട് ചോദ്യം ചോദിച്ചത്, എന്താണ് സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്നുള്ള കാര്യം. ഏത് സ്ഥാപനങ്ങളാണ് എപ്പോൾ പൂട്ടി, എങ്ങനെ പൂട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും പറയാതെ 18 സ്ഥാപനങ്ങൾ പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് മനോരമ നടത്തിയത്. അത് ഇന്നത്തെ ഈ പി രാജീവിന്റെ ഈ ഒരു മറുചോദ്യത്തോടെ തീർന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ മനോരമയാണ്, പുതിയ വ്യാജ വാർത്തകൾ വീണ്ടും വരും. നാളെ ഇനി കേന്ദ്ര സർക്കാർ കൂടി പൂട്ടിപ്പോയ സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കൂടി സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ചുകൊണ്ട് പുതിയ വാർത്ത വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും മനോരമയ്ക്ക് കിട്ടിയ ഒരു തിരിച്ചടിയും ഒപ്പം പൊതുസമൂഹത്തോട് പി രാജീവ് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. മനോരമയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പി രാജീവ് മന്ത്രിയുടെ നിലപാട് കൃത്യമാണ്. വ്യാജ വാർത്തകൾ കൊണ്ടുവന്നാൽ അങ്ങോട്ടും തിരിച്ച് ചോദ്യം ചോദിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങോട്ട് മാത്രം ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടതല്ല എന്നുള്ള കൃത്യമായ നിലപാട് കൂടിയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മനോരമയ്ക്ക് ഇന്ന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും.